നമസ്തേ. ഞാനിന്ന് ഒരു മഹത് വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പൂർവ്വകാല അധ്യാപികയായ വിജയലക്ഷ്മി ടീച്ചറെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ടീച്ചർ. ഹലോ. ഹലോ. എൻ്റെ കുട്ടിയാണ്. ഞാൻ മോളെ പോലെയാണ് സൂക്ഷിക്കുന്നത്. അവളെ വരുമ്പോഴേ പ്ലാമട്ടിക്കട എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോഴേ അവൾ എന്നെ കാണാതെ പോവില്ല. ഞാൻ വയസ്സായി ഇപ്പം ഏകാന്തമായിട്ട് അങ്ങനെ കഴിയാണ്. മക്കളൊക്കെ സ്കൂളിൽ പഠിച്ചു. ഞാൻ പ്ലാമട്ടിക്കട പ്രൈമറി തന്നെയാണ് പഠിച്ചത്. ഗാന്ധി മെമ്മോറിയലിൽ തന്നെ ജോലി നോക്കി 30 കൊല്ലത്തെ സർവീസ് ഉണ്ട്. പെൻഷനുമായിട്ട് അങ്ങനെ കഴിയുന്നു. മക്കളൊക്കെ എല്ലാം 4 ആൺമക്കളാണ്. പെൺകുട്ടികൾ എനിക്കില്ല. 4 പിള്ളേരും രക്ഷപ്പെട്ടു. മൂത്തവൻ ഹെഡ് മാസ്റ്ററായിട്ടിരുന്ന് പെൻഷൻ പറ്റി, രണ്ടാമത്തവൻ അഗ്രികൾച്ചർ ഓഫീസറായിട്ടിരുന്ന് പെൻഷൻ പറ്റി, മൂന്നാമത്തെ ആളിപ്പം ഡ്യൂട്ടിയിലുണ്ട്. ഒറ്റശേരമംഗലത്ത് ജനാർദ്ദനപുരം സ്കൂളിലാണ് അവൻ ജോലി ചെയ്യുന്നത്. അവളും അവിടെ തന്നെയാണ്. 4മത്തെ വ്ളാത്താങ്കര വൃന്ദാവൻ ഹൈസ്കൂളിൽ പ്രേംനാഥ് എന്ന് പറയുന്ന ഫിസിക്കൽ ടീച്ചറാണ്. 4 മരുമക്കളും ടീച്ചേഴ്സാണ്. പിന്നെ അങ്ങനെ സന്തുഷ്ട കുടുംബമാണ് എനിക്ക് ഇന്ന് വരെ ഇപ്പോഴുള്ളത്. ഇതൊരു സന്തുഷ്ട കുടുംബം തന്നെയാണ്. പിന്നെ എൻ്റെ കുട്ടികളെ ഇവരെ പോലെയുള്ള പിള്ളേരെ കാണുമ്പോഴൊക്കെ എനിക്കൊരു വലിയ സന്തോഷം. അവർ നാട്ടിൽ വരുമ്പോൾ അമ്മ അല്ലെങ്കിൽ ടീച്ചറമ്മ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ വരികയും ഞാൻ അവർക്ക് എന്നാലായ ഉപദേശങ്ങൾ കഴിവത് കൊടുത്ത് ഞാൻ സഹകരിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ഇതാ ജീവിക്കുന്നു മോളെ. ഇതാണ് വിജയലക്ഷ്മി ടീച്ചർ. അപ്പം ടീച്ചർ ഒരു കവിത എന്തെങ്കിലും ടീച്ചർക്ക് ഇത്രയും ഒരു കീർത്തനം ആയാലും മതി. ടീച്ചർ ഒരു കീർത്തനോ കവിതയോ ഒന്ന് ചൊല്ലാമോ? പണ്ട് നമ്മളെ പഠിപ്പിച്ച ഏതെങ്കിലും. ആശാൻ്റെ എനിക്കിഷ്ടപ്പെട്ടത് ആശാൻ്റെ കൃതികളാണ് കേട്ടോ. ഞാൻ ലാളിച്ച് പെറ്റുലതയമ്പടി ശൈശവത്തിൽ പാലിച്ചു പല്ലവടങ്ങളിൽ വച്ച് നീ ചെറു തൊട്ടിലും ആട്ടി താരാട്ടാലാപമാർന്നു മലരെ തലമർമരങ്ങൾ. ടീച്ചർ ഒന്നുകൂടെ ആ കവിത ചൊല്ലൂ. ലാളിച്ച് പെറ്റുലതയമ്പടി ശൈശവത്തിൽ പാലിച്ചു പല്ലവടങ്ങളിൽ വച്ചു നിന്നെ ആലോലവായു ചെറു തൊട്ടിലും ആട്ടി താരാട്ടാലാപമാർന്നു മലരെ തലമർമരങ്ങൾ. ശരി ടീച്ചർ. സാർ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് സാറായിരുന്നു. അത് എവിടെയാണ് ടീച്ചർ? ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിലായിരുന്നു. പിന്നെ കുളത്തൂർ ക്ലബിങ് ഉണ്ടായിരുന്നു. കുളത്തൂർ സ്കൂളിൽ 2 ദിവസവും ഗാന്ധി മെമ്മോറിയലിൽ 3 ദിവസവും അങ്ങനെ ഞങ്ങൾ ജീവിച്ചു. അവസാനം 19ാമത്തെ കൊല്ലം മരിച്ചിട്ട് ഞാൻ എന്നെ ഏകയാക്കിയിട്ട് പോയിരിക്കണം. അങ്ങനെ ഒരു വിഷമം മാത്രമേ എനിക്ക് ഇന്ന് വരെ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങൾക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടു കുറേ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി മക്കളെ നല്ലവണ്ണം മര്യാദയായിട്ടൊക്കെ പഠിപ്പിച്ചു. അവരെയൊക്കെ കരയെത്തിച്ചു. അവരെ കുട്ടികളെയൊക്കെ കണ്ടു. കൊച്ചുമക്കളെ എല്ലാവരെയും കണ്ട് തൃപ്തിയായി. അങ്ങനെ ഞാൻ വിധവയായിട്ട് ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ വയസ്സുകാലത്ത് എനിക്കൊരു കൂട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ആ ഭാഗ്യം എനിക്ക് തന്നില്ല. അങ്ങനെ ഒരു ഭാഗ്യക്കുറവ് എനിക്കുണ്ട്.